അല്ല, ഞാനിപ്പോൾ വൈകിട്ടാണ് അവരുമായി വിശദമായി സംസാരിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇവിടെ വന്നത്. ആ ഒരു സ്ത്രീയെ, കൗൺസിലറെ വളരെ ക്രൂരമായി മർദ്ദിക്കുകയും അവരെ മാനസികമായി വല്ലാതെ ചീത്ത പറഞ്ഞ് അവരെ ഹറാസ് ചെയ്യുകയും അവരെ ആ ടൗണിൻ്റെ നടുവിൽ വെച്ച് വസ്ത്രാക്ഷേപം നടത്താൻ ലക്ഷ്യമിട്ട് സാരി വലിച്ചു പറിക്കുകയും ചെയ്തുവെന്ന് അവരെന്നോട് വളരെ വേദനയോടുകൂടി പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ സമീപനം ഇതിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് പ്രൊട്ടക്ഷൻ വാങ്ങാൻ പോയത് വലിയ അബദ്ധമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തത് ഈ കിഡ്നാപ്പിങ്ങിനായിരുന്നു. പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്ത അല്ലെങ്കിൽ പോലീസ് സഹായിയായി വർത്തിച്ചത് കിഡ്നാപ്പിങ്ങിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം ഞാൻ SP ഇന്റിമേറ്റ് ചെയ്തു. മാത്രമല്ല രാവിലെ ഈ മുനിസിപ്പാലിറ്റിയുടെ പരിസരത്ത് പുറത്തുനിന്നുമുള്ള ആളുകളടക്കം ധാരാളം ആളുകൾ കൂട്ടം കൂടി നിന്ന് ഇതിനുവേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നുവെന്ന് ഞങ്ങൾ കണ്ട് മനസ്സിലാക്കിയപ്പോൾ ഈ വിവരം ജില്ലാ പോലീസ് മേധാവിയെ SP ഞാൻ തന്നെ നേരിട്ട് അറിയിക്കുകയും വേണ്ട മുൻകരുതലോടുകൂടി പോകണമെന്ന് പറയുകയും ഞങ്ങൾ അഡീഷണൽ ഫോഴ്സിനെ അയക്കുന്നുണ്ട് എന്നും DYSP പ്രത്യേകമായി ചുമതലപ്പെടുത്തുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ DYSP അടക്കം ഉള്ളവർ ഇവരെ തട്ടിക്കൊണ്ടുപോകാൻ സഹായിക്കുന്ന രീതിയിൽ മാത്രമല്ല ആ കാറിലേക്ക് അവർ എടുത്തെറിഞ്ഞ് കൊടുക്കുമ്പോൾ കാറിന്റെ ഡോർ അടച്ചു കൊടുത്തത് പോലീസാണ്. മാത്രമല്ല ആ കാർ പോകാൻ ബ്ലോക്കായി നിന്ന ലോറിയെ ബലമായി പോലീസ് മാറ്റി കാറിന് വഴിയൊരുക്കി കൊടുത്തത് പോലീസാണ്. അപ്പോൾ ഇതെല്ലാം ഇതിന്റെ എല്ലാം വീഡിയോയും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഞാനിത് പറയുമ്പോൾ ഇത് നാളെ കേരള സമൂഹത്തിന് മുമ്പിൽ കാണിക്കണമെങ്കിൽ കാണിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വീഡിയോ അടക്കം ഞങ്ങൾ പരിശോധിച്ചതാണ്. പോലീസ് എല്ലാ നിലയിലും ആ കിഡ്നാപ്പിങ്ങിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. ഹൈക്കോടതിയുടെ ഉത്തരവ് സമാധാനപരമായി ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരെ അതിനുള്ള അവസരം അവിടെ ഉണ്ടാക്കണം, അതിനുള്ള പ്രൊട്ടക്ഷൻ നൽകണം എന്നുള്ള ഉത്തരവാണ് ഉണ്ടായിരുന്നതെങ്കിൽ CPMനോട് ചേർന്ന് ഈ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി ഈ അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോലീസ് കൂട്ടുനിൽക്കുമായിരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുശേഷം ഒടുവിൽ അങ്ങ് അവിടെ ചോദിച്ചതുപോലെ ആശുപത്രിയിൽ വെച്ച് പോലും ഇത്രയും നേരം പോലീസ് കുറെ ഞാൻ ചെല്ലുന്നവരെയും സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ് എന്ന് പറഞ്ഞ് മറ്റാരെയും അങ്ങോട്ട് കയറ്റാതെ പോലീസുകാർ വട്ടം നിന്ന് വളഞ്ഞു നിന്ന് ആ സ്ത്രീയോട് വളരെ ഇതായി സംസാരിക്കാന് ശേഷം ഞാൻ ചെന്ന് ആ സ്ത്രീ എന്നോട് 1 by 1 ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അടുത്തു നിന്നൊരു പ്രവർത്തകർ മൊബൈൽ പിടിച്ച് ആ മൊബൈൽ തട്ടിപ്പറിച്ച് വാങ്ങുകയും അവിടെ ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും അവിടെ ബാക്കിയുള്ളവരെല്ലാം പുറത്തിറക്കാൻ ശ്രമിച്ച ആ സ്ത്രീയെ വീണ്ടും പോലീസ് കസ്റ്റഡിയിലെടുക്കുക. ഒരു പ്രതിയോട് പെരുമാറുന്നതിനേക്കാളും ക്രൂരമായും നിന്ദ്യമായുമാണ് പോലീസ് അവരോട് പെരുമാറിയത്. ആ സാഹചര്യത്തിൽ ഞാൻ ഭയപ്പെട്ടത് കൂത്താട്ടുകുളത്ത് അവരെ നിർത്തുന്നത് ഒരു കാരണവശാലും അവരുടെ ജീവൻ പോലും അപകടത്തിലാവുമോ എന്ന് ഭയക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ അവരെ എറണാകുളത്തേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ന് ഈ കാര്യത്തിൽ സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയും അല്ലെങ്കിൽ ഗുരുതരമായ ക്രമക്കേടും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും കോടതിയുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ രാഷ്ട്രീയപരമായി നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരും. ഞങ്ങൾ പിന്നോട്ടു പോകില്ല. ഇതുകൊണ്ടൊന്നും പിന്തിരിപ്പിക്കാമെന്നും ഇവർ കരുതണ്ട. CPMന്റെ ഗുണ്ടായിസത്തിന് മുന്നിൽ ജനാധിപത്യത്തെ പരാജയപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല. മകൾ കൊടുത്ത പരാതിക്ക് പുറമെ കോൺഗ്രസ് ഒരു പരാതിയായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരു നീക്കമുണ്ടോ? ഉണ്ട്. ഞങ്ങൾ ഇവർക്ക് മാത്രമല്ലല്ലോ, കോൺഗ്രസ് കൌൺസിലേഴ്സിനെ എല്ലാം മർദ്ദിച്ച് അവരെല്ലാം ഉപദ്രവിച്ച് ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം മർദ്ദിച്ച് വലിയ സംഘർഷഭരിതമായ അന്തരീക്ഷമല്ലേ അവിടെ ഉണ്ട്. അപ്പൊ അവരുടെ ജനാധിപത്യ അവകാശങ്ങളും ലംഘിക്കപ്പെട്ടു. അപ്പൊ ഈ സാഹചര്യത്തിൽ ഈ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അങ്ങേയറ്റം പ്രയാസകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകേണ്ടി വന്നത്. പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്ന നിലയിൽ ഇതിന്റെ അകത്ത് അവർ എടുത്തു പറഞ്ഞ കാര്യം സ്ത്രീകളടക്കം നിന്ന് അവരെ തെറി വിളിക്കുകയും വളരെ മോശമായ മ്ലേച്ഛമായ ഭാഷയിൽ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും അവർ പറഞ്ഞത് ഈ സംഭവത്തിനിടയിലെല്ലാം അവർക്ക് നെഞ്ചില് ഗുരുതരമായ ചതവേറ്റിട്ടുണ്ട്, കഴുത്തിൽ കുത്തിപ്പിടിച്ചിട്ടുണ്ട്, അവരുടെ കാല് ഡോറിനിടയ്ക്ക് വെച്ച് ബലമായി അടച്ച് കാല് തിരിച്ചു കളഞ്ഞിട്ടുണ്ട്. അവർ വളരെ ശാരീരികമായി പ്രയാസപ്പെടുമ്പോഴും അവർ പറഞ്ഞത് എനിക്ക് ഏറ്റവും പ്രയാസം തോന്നിയത് പെരുവഴിയിൽ വെച്ച് എന്റെ സാരി വലിച്ചെടുത്ത ഒരു ഡിവൈഎഫ്ഐക്കാരൻ, എന്റെ മകന്റെ പ്രായമില്ലാത്ത ഒരു ഡിവൈഎഫ്ഐക്കാരൻ എന്റെ വഴിയിൽ വെച്ച് സാരി വലിച്ചൂരിയെടുക്കാൻ പരിശ്രമിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന പോലീസ് അവരെ പിടിക്കാനോ മാറ്റാനോ എന്റെ മാനം സംരക്ഷിക്കാൻ പോലും തയ്യാറായില്ല എന്ന് അവർ വളരെ വേദനയോടുകൂടി പറയുകയുണ്ടായി. 100%
അവർക്കും അവരുടെ കുടുംബത്തിനും പൂർണ്ണ പിന്തുണ നൽകും. ഞങ്ങളെല്ലാവരും അവരോടൊപ്പം നിൽക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ കാറിൽ തന്നെ അവരെ കൊണ്ടുവന്നത്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവരുടെ സ്വതന്ത്രമായ അവരുടെ നിലപാട് ഉയർത്തിപ്പിടിക്കാനുള്ള എല്ലാ അവസരവും പാർട്ടി ഈ പോലീസ് പിന്തുണ നൽകിയില്ലെന്നൊരു ആക്ഷേപം കൗൺസിലർക്കും ഉണ്ട്. അവർ പിന്തുണ നൽകിയില്ലെന്ന് മാത്രമല്ല, കിഡ്നാപ്പ് ചെയ്യുന്നവരുടെ കൂടെ നിൽക്കുകയായിരുന്നില്ലേ. നിങ്ങൾ ആ ഗ്രൗണ്ടിൽ നിന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ. കേരളത്തിലെ പോലീസൊന്നും ഇത്രയും അതപ്പതിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. കാരണം ഒന്നില്ലെങ്കിൽ അവർ ധരിക്കുന്ന ആ കാക്കിയോടുള്ള ഒരു മാന്യതയും അതിനോടുള്ള ഒരു ആ യൂണിഫോമിനുള്ള റിഗാർഡെങ്കിലും കാണിക്കണ്ടേ. സാധാരണ ഇതിലൊക്കെ പോലീസുകാർക്കൊക്കെ ഏതെങ്കിലും പോലീസുകാർക്കൊക്കെ എന്തെങ്കിലും രാഷ്ട്രീയ ചായവോ അല്ലെങ്കിൽ ഭരണത്തോടുള്ള വിധേയത്വോ ഒക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ പച്ചയായി ജനാധിപത്യത്തെയും നിയമത്തെയും നീതിയെയും കശാപ്പ് ചെയ്യാൻ ആ യൂണിഫോം ഇട്ടുകൊണ്ട് ചെയ്യുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ഞങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഇതൊരു അസാധാരണ കാഴ്ചയാണ്. കാരണം ഒരു അവിശ്വാസ പ്രമേയം വരുന്നു, അവിടെ വന്ന കൌൺസിലറെ ചെയർപേഴ്സന്റെ വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോകുന്നു. ഏറ്റവും ഒടുവിൽ ഒരു കോൺഗ്രസ് MLA വാഹനത്തിൽ അവിടെ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു അസാധാരണ കാഴ്ചയാണ്. ഇതുപോലെ സാഹചര്യങ്ങളാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇവിടെ പറഞ്ഞ പോലെ ആ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സന്റെ വാഹനത്തിലാണ് ഇവരെ ബലമായി കടത്തിക്കൊണ്ടുപോയത്. അപ്പോൾ ആർക്കും എന്തും ആവാം, എന്ത് ചെയ്താലും ആരും ചോദിക്കാനില്ല എന്ന അഹങ്കാരവും ധിക്കാരവും ധാർഷ്ട്യവും ഇന്ന് ഈ കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് ആ നിലയിലുള്ള ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ പൊതുസമൂഹം ഇത് കാണുകയും ഇത് വിലയിരുത്തുകയും ഇവർക്ക് തക്ക മറുപടി നൽകുകയും ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.